ഇന്നലെയും ഇന്നുമായി കേരളക്കര ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കായിക മന്ത്രി ഇങ്ങനെയൊരു കാര്യം പറയുന്നു. വേൾഡ് കപ്പ് നേടിയ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരും, ഇവിടെ മാച്ച് കളിക്കുമെന്നൊക്കെ പറയുമ്പോൾ വലിയ ആഹ്ലാദത്തോടെയാണ് നമ്മളത് കേട്ടത്. വലിയ പ്രതീക്ഷയിലുമായിരുന്നു ആ ഒരു ടീം ഇവിടെ വരുന്നു, നമ്മുടെ മണ്ണിൽ കളിക്കുന്നു, നമുക്കൊക്കെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അറിയുന്നു കേരളത്തിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്ന ഈ ഒക്ടോബർ മാസത്തിൽ അർജന്റീനയ്ക്ക് ചൈനയുമായി മത്സരമുണ്ട്, അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുള്ള വരവ് നടക്കില്ല എന്ന്. ഇന്ന് കായിക വകുപ്പ് പറയുന്നു ഈ സ്പോൺസർമാരാണ് പണി പറ്റിച്ചത് എന്നായിരുന്നു കായിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആദ്യ സ്ഥിരീകരണം. തരാമെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നൽകാമെന്ന് പറഞ്ഞ തുക നമുക്കറിയാം, ഏകദേശം 300 കോടിയോളം ചെലവുണ്ടാകും അർജന്റീനൻ സംഘത്തെ കേരളത്തിലേക്ക് വരുത്താനായിട്ട്. ആ തുക സ്പോൺസർമാർ നൽകിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം മുമ്പ് റിപ്പോർട്ടർ TV MD ആൻറ്റോ അഗസ്റ്റിനൊരു വാർത്താസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. ഇവരാണ് സ്പോൺസർ. അപ്പോൾ അവരും പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയൊരു തീരുമാനം മാത്രമാണ് വരാനുള്ളത്, മെസ്സി ഉറപ്പായും വരുമെന്ന് തന്നെയാണ്. കുറച്ച് സമയം മുമ്പ് 4 മണിയോടുകൂടി തന്നെ കായിക മന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയായി. അപ്പോഴും മന്ത്രി പറഞ്ഞത് മെസ്സി വരും എന്ന് തന്നെയാണ്. ഇവിടെ ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. ദാവൂദ് സാർ, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ നോക്കുന്നത് മെസ്സി വരുമോ എന്നാണ്. ഏറ്റവും ഒടുവിൽ കായിക മന്ത്രി പറഞ്ഞപ്പോഴും മെസ്സി വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു സംശയം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലുണ്ട്. അല്ല, മെസ്സി വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. കാരണം വെച്ചാൽ ഇത് ഈ വാർത്തയാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ AFIയുടെ ഏതാണ്ട് എല്ലാ അപ്ഡേറ്റുകളും പൊതുജനങ്ങളായിട്ട് പങ്കുവെക്കാറുള്ള അവിടുത്തെ ഒരു ജേർണലിസ്റ്റ് അങ്ങേരുടെ ഒരു ട്വീറ്റ് വരികയാണ് കഴിഞ്ഞ ദിവസം. AFIയുടെ ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഷെഡ്യൂൾ വിശദീകരിച്ചുകൊണ്ട് ആ ഷെഡ്യൂളിൽ അവർ ചൈനയിൽ കളിക്കുന്നുണ്ട്, ഖത്തറിൽ കളിക്കുന്നുണ്ട്, അങ്കോളയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാസങ്ങളിലാണല്ലോ ഇവിടെ വരിക എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് വാർത്ത പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ വരുന്നില്ല, അല്ല ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുള്ള സ്വഭാവത്തിൽ വാർത്തകൾ വരുന്നത്. അപ്പോൾ അത് വരാത്തത് അവരുടെ സ്പോൺസർമാർ ആ തുക കൊടുക്കാത്തതുകൊണ്ടാണെന്ന് മന്ത്രി തന്നെ അതേക്കുറിച്ച് പറയുന്നു. മന്ത്രി ഇപ്പോൾ ആ നിലക്ക് അത് പറയുന്നില്ല കേട്ടോ, വേറെ വിഷയം. അപ്പോൾ അതിൽ സ്പോൺസേഴ്സ് ആരാണ്? RBC, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടർ TV ചാനലിൻ്റെ ഉടമകളായുള്ള കമ്പനിയാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇതിൽ പൈസ കൊടുക്കുന്നതിൽ എനിക്ക് തടസ്സമൊന്നുമില്ല, പക്ഷേ ഇതിലൊരു ക്ലാരിറ്റി വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് വരെ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് അവർ കമ്മിറ്റ് ചെയ്യാത്തത്. ഇദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നതാണ്, റിപ്പോർട്ടർ TVയുടെ MD പറയുന്നത് മനസ്സിലാവുന്നത് എന്താണ്, കമ്മിറ്റ്മെൻറ്റും ഷെഡ്യൂളും അതിൽ കൺഫർമേഷൻ ആകാത്തതുകൊണ്ടാണ് പൈസ കൊടുക്കാത്തത്. അപ്പോൾ ഇത് ഏതാണ് നടക്കേണ്ടത്, അല്ല ഏതാണ് ആദ്യം നടക്കേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ AFI അർജന്റൈൻ ഫുട്ബോൾ അസോസിയേഷനും RBCയും തമ്മിലുള്ള ആ കോൺട്രാക്റ്റ് നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള ഡിമാൻഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഹോട്ടൽസ്, 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടൽ, അങ്ങനത്തെ പിന്നെ എത്ര 3 ഹോട്ടൽ നിങ്ങൾ ഡിമാർക്കേറ്റ് ചെയ്യണം, അത് ഏതാണെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഹോട്ടലിൽ എത്ര റൂം, സിംഗിൾ റൂം വേണം, എത്ര ഡബിൾ റൂം വേണം, എത്ര സ്യൂട്ട് വേണം, അത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. എയർപോർട്ടിലുള്ള ബസ്സുകൾ, പിന്നെ കാരവാൻ, മറ്റ് മിനി ബസ്, ഇതിൻ്റെ എണ്ണം, ഈവൻ വാട്ടർ ബോട്ടിലിൻ്റെ എണ്ണം പോലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത്ര ലിറ്ററിൻ്റെ ഇത്ര ബോട്ടിൽ, ഇത്ര ലിറ്ററിൻ്റെ ഇത്ര ബോട്ടിൽ, ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കേണ്ട വാട്ടർ ബോട്ടിലുകൾ എത്രയാണ്, അത്രയും ഡീറ്റെയിൽസ് ഉള്ള ഒരു കോൺട്രാക്റ്റാണത്. അപ്പോൾ അതിൽ കാശിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കാശ് എത്താതെ, കാശ് മാത്രമല്ല കേട്ടോ, വേറെയും ഇപ്പോൾ അവർ കളിക്കണമെങ്കിൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന അപ്പുറത്തെ ടീം ഉണ്ടാവണമല്ലോ. ആ ടീം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FIFA റാങ്കിങ്ങിൽ ടോപ്പ് 50 വരുന്ന ടീമായിരിക്കണം. അപ്പോൾ ഇന്ത്യ FIFA റാങ്കിൽ 126 ആണ് ഇപ്പോൾ, മനസ്സിലാക്കണം. ഏഷ്യയിൽ നിന്ന് അങ്ങനത്തെ ഒരു ടീം വരുന്നുണ്ടെങ്കിൽ ഏഷ്യയിൽ നിന്ന് 3 ടീമേ വരുള്ളൂ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇറാൻ. അപ്പോൾ ഈ ടോപ്പ് 50 വരുന്ന ഒരു ടീമായിട്ട് അവർ കളിക്കുകയുള്ളൂ. ആ ടീമിനെ ആര് സെലക്ട് ചെയ്യണം? RBC സെലക്ട് ചെയ്യണം, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സെലക്ട് ചെയ്യണം. അവർ സെലക്ട് ചെയ്യുന്ന 5 ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. 5 ടീമിൽ നിന്ന് അവർ പിക്ക് ചെയ്യും. ആര്? AFI പിക്ക് ചെയ്യും, അവരുമായിട്ടാണ് കളിക്കാനുള്ളത്. അവരുള്ള കൺഫർമേഷൻ ഉറപ്പിക്കുക, അവരുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡീലിങ്സ്, അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഈ സ്പോൺസർ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒക്ടോബറിലാണ് നടക്കേണ്ടതെങ്കിൽ ഇതൊക്കെ ഈ പറയുന്ന ടീം ആരാണെന്ന് പോലും നിശ്ചയിച്ചിട്ടില്ല. ഈ ടീം
നിശ്ചയിക്കുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇപ്പം മന്ത്രി പറയുന്ന യൂറോപ്യൻ ടീമിനെയാണ് നോക്കുന്നത്. യൂറോപ്യൻ ടീമിനെ നോക്കുകയാണെങ്കിൽ ഈ ബജറ്റ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഏഷ്യൻ ടീമിൽ ഈ കൊറിയ, ജപ്പാൻ, ഇറാനാണുള്ളത്. പിന്നെ ആഫ്രിക്കൻ ടീംസുണ്ട്, നൈജീരിയ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്, മൊറോക്കോ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി ഫിനാൻഷ്യലി വയബിൾ ആഫ്രിക്കൻ ടീംസിനെ നോക്കുന്നതായിരിക്കും. പക്ഷേ മന്ത്രി പറഞ്ഞ യൂറോപ്യൻ ടീമിനെയാണ് ഞങ്ങൾ നോക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ ടീമിന് ഒക്ടോബറിലൊരു ഷെഡ്യൂളിലേക്ക് ഒരു യൂറോപ്യൻ നാഷണൽ ഫുട്ബോൾ ടീം വരണം എന്നുണ്ടെങ്കിൽ അത് ആ കോൺട്രാക്റ്റ് നടന്നു കഴിയേണ്ട സമയം എന്നോ കഴിഞ്ഞു. പക്ഷെ അത് ഏതാണ് ടീം എന്നിതൊരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. കോൺട്രാക്ട് എടുത്ത് പോട്ടെ, ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. 5, എനിക്ക് തോന്നുന്നു 5 ആണെന്നാണ് എൻ്റെ ഓർമ്മ, 5 അല്ലെങ്കിൽ 3 ടീമുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ഏത് ടീമായിട്ടാണ് കളിക്കുക എന്നുള്ളത് AFA ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ കോൺട്രാക്ട്, അതവർ കളിക്കുന്ന ഗ്രൗണ്ട്, അത് ഫിഫയുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് ആയിരിക്കണം. അങ്ങനെ ഗ്രൗണ്ട് നമുക്കുണ്ടോ? ഇത് കൊച്ചിയിലെ ഗ്രൗണ്ടിൽ കളിക്കാൻ കൊള്ളില്ല എന്ന് നാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളേറ്റവും മികച്ച സ്റ്റേഡിയം എന്ന് പറയുന്നത് കലൂരിലെയാണ്. അത് കളി നടത്താൻ കൊള്ളില്ല എന്ന് നമ്മളുടെ ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് 2 ദിവസം മുമ്പാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഫയുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? അത് ഒരു ദിവസമൊന്നും അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. AFA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം കേരളത്തിൽ വന്ന് കളിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് കളിക്കണം എന്നൊരു യാതൊരു ആവശ്യമില്ല. അവരെന്തിനായി കളിക്കാൻ പോകണമെന്നറിയോ? ഭയങ്കര തമാശയാണ്. അർജൻറ്റൈൻ ഫുട്ബോൾ ടീം ഭയങ്കര സംഭവമാണ്, ലോകകപ്പ് പിടിച്ച ടീമാണെന്നൊക്കെ ശരി. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ ഫുട്ബോൾ അസോസിയേഷൻ പോകുന്നത്. അതിൻ്റെ കുറേ രസകരമായ വാർത്തകൾ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. പുല്ലുമുളച്ച് കിടക്കുന്ന അവിടുത്തെ മൈതാനങ്ങളെക്കുറിച്ച്, അവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് സ്റ്റാഫിനെ പിരിച്ചു വിട്ടത്, ചില ആളുകൾക്ക് മെസ്സി തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അർജൻറ്റീന മൊത്തത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, ഇൻഫ്ലേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഫണ്ട് കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി കാണുന്നതാണ് ഈ സ്വഭാവത്തിലുള്ള ടൂറുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർ മേടിക്കുന്ന അപ്പിയറൻസ് ഫീ ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇപ്പോഴത്തെ ഒരു റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. ഈ കൊടുക്കുന്ന പൈസയുടെ 70% അപ്പിയറൻസ് ഫീ ആയിട്ടാണ് പോകുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ച് അപ്പിയറൻസ് ഫീ എത്രയും ബാർഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം അവരിപ്പോൾ ലോകകപ്പ് കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സിയുടെ ടീമാണ്. അപ്പോൾ മെസ്സിയെ എന്ന ബ്രാൻഡിനെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിപ്പോൾ ചൈനയിലാണെങ്കിലും വേണ്ടിയില്ല, ഖത്തറിലാണ് വേണ്ടിയില്ല, അങ്കോളയിലാണ് വേണ്ടിയില്ല, യുഗാണ്ടയിലാണ് വേണ്ടിയില്ല, എവിടെയാണെങ്കിലും അവർ പോകും. പക്ഷേ അവർക്ക് എന്താണ്? കാശ് വേണം. അവർ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യണം. അതുകൊണ്ട് ആ പൈസ നമ്മൾ കൊടുത്താൽ, ആ പൈസ കൊടുത്ത് ഈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താൽ അവർ വരും. പക്ഷേ ഈ പറയുന്ന ഷെഡ്യൂളിൽ വരും എന്ന് ഒരു നിലക്കും, കാരണം ഇത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയല്ലല്ലോ. ഗ്രൗണ്ട് എലവേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പ് 50 ഒരു ടീമിനെ കണ്ടെത്തുക, അവരുമായിട്ട് അഗ്രിമെൻ്റ് എത്തുക, ഇതൊന്നും അത്ര വേഗത്തിൽ നടക്കുന്ന, അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മന്ത്രിയോ അല്ലെങ്കിൽ സ്പോൺസർ കമ്പനിയുടെ MDയും അവരിങ്ങനെ അവർ ആത്മവിശ്വാസം പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നുള്ളൊരു കാര്യം വെച്ചാൽ, നമ്മൾ മെസ്സി വരുന്നു, പിന്നെ അതിൻ്റെ ഒരു ഓളം, ആളുകൾ അത് ആഗ്രഹിക്കുന്നതൊക്കെ ശരി തന്നെയാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണല്ലോ ഈ ഒരു സംഗതി നടക്കുന്നത്. മെസ്സി വരുന്നതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ സ്പോർട്സിന് എന്ത് ഗുണമാണ് ഉണ്ടാകുക എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ മെസ്സി ആരാധകർക്ക് ചിലപ്പം ദേഷ്യം പിടിക്കായിരിക്കും. മെസ്സി വരുന്നു, അദ്ദേഹത്തെ ആളുകൾ കാണാൻ പറ്റുന്നു, അത് ഓളം ഉണ്ടാകുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന കാര്യം, ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മളുടെ ടോട്ടൽ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും മോശം ഓർഗൻ ഏതാണ്, ഏരിയ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനാണ്. എനിക്ക് വ്യക്തിപരമായ ഒരുപാട് ദുരനുഭവങ്ങളുള്ള ഒരാളാണ് അതുമായി ബന്ധപ്പെട്ട്. സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഫിഫ റാങ്കിങ്ങിൽ നോക്കൂ, ലോകത്തെ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ രാജ്യം ഫിഫ റാങ്കിങ്ങിൽ 126th ആണ്. ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത പലസ്തീൻ 96 കേട്ടോ, മനസ്സിലാക്കണം. കളിക്കാൻ സ്റ്റേഡിയം പോലും ഇല്ലാത്ത, ഗ്രൗണ്ട് പോലും ഇല്ലാത്ത പലസ്തീൻ 96ാം റാങ്കിങ്ങിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ
എന്താണ് ഒരു സ്പോർട്ടിംഗ് ഐറ്റം എന്നുള്ളത് ക്രിക്കറ്റ് മാത്രമാണ് ആ നിലക്ക് പരിഗണിക്കപ്പെടുകയും വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മില്യൺ കണക്കിന് ഡോളറിൻ്റെ വലിയ ബിസിനസ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് വളർന്നിട്ടുണ്ട്. പക്ഷേ കോർ സ്പോർട്സ് എന്ന് പറയുന്നത് അത്ലറ്റിക്സ്, മൊത്തത്തിലുള്ള ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ജോണർ ആ ഒരു ഏരിയയിൽ ഭയങ്കര കഷ്ടമാണ്. അതിലൊരു കാര്യം സത്യസന്ധമായി പറയുകയാണെന്ന് വെച്ചാൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2016 ശേഷം അതിനകത്ത് കുറച്ചധികം ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്പോർട്സ് ബജറ്റ് അലോക്കേഷൻ ഉണ്ടാകുന്നത് പോളിസി ഇനിഷ്യേറ്റീവ്സ് എന്നാണ്. ഖേലോ ഭാരത് പോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് നേരത്തെ ഉള്ളതിനേക്കാൾ ശ്രദ്ധ ആ ഒരു മേഖലയിലുണ്ട്. മാത്രമല്ല അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഒളിമ്പിക്സിലാണെങ്കിലും ഏഷ്യൻ ഗെയിംസിലാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പോളിസി ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കും. ഇന്ത്യയിൽ ഏറ്റവും മോശം ഗവേണൻസ്, ഏറ്റവും മോശമായി നടക്കുന്ന ഏരിയ തന്നെ സ്പോർട്സ് ഗവേണൻസ് ആണ്. അത് നന്നാക്കുക, അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ പുതിയ ചെറുപ്പക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക, അതിനാവശ്യമായുള്ള പോളിസി ഇനിഷ്യേറ്റീവ്സ് എടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മെസ്സി വരുന്നു എന്നുള്ളത് ആ സമയത്ത് ഒരു ഓളം ഉണ്ടാക്കാൻ, ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെന്നല്ലാതെ നമ്മളുടെ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള സ്പോർട്സ് വികസനത്തിൽ അതെന്തെങ്കിലും വന്നാൽ തന്നെ സംഭാവന ചെയ്യുന്ന എനിക്ക് അഭിപ്രായമില്ല. അജിംസ്, ഇപ്പോൾ ദൗദ് സാറൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു തീരുമാനം പെട്ടെന്നൊരു ദിവസം വരുന്നു. മാഡ്രിഡിൽ പോയിട്ടുണ്ട്, അധികൃതരെ കണ്ടിട്ടുണ്ട്, അർജൻറ്റീനൻ ടീം കേരളത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രഖ്യാപനം കായിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. നമ്മളതൊക്കെ കേട്ട് തുള്ളിച്ചാടുകയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിന് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം പിറകിൽ ആവശ്യമായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ ഗ്രൗണ്ട്സ് ഉള്ളതെന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ടല്ലേ ഇങ്ങനെയൊരു കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്? നമ്മൾ 8-12 വർഷം അപ്പുറം നടക്കാൻ പോകുന്ന ലോകകപ്പ് മുമ്പേ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് അല്ലേ? അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നു, അതിൻ്റെ അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നത് അതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ആ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് സാവകാശം വേണം. അതുകൊണ്ടാണ് ഇപ്പം അർജൻറ്റീന ടീമിൻ്റെ ഈ ഡിസംബർ വരെയുള്ള ഷെഡ്യൂള്, അർജൻറ്റീന നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ ഡിസംബർ വരെയുള്ള ഷെഡ്യൂൾ ഫിക്സാണ്. അവരെവിടെയൊക്കെ കളിക്കും. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കുന്നുണ്ട് അവർ. അമേരിക്കയായിട്ടാണ് കളിക്കുന്നത്. അത് നവംബർ മാസത്തിലാണ് അവരുടെ ക്വാളിഫയർ കളി കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ എല്ലാ ഈ എന്താണ് പറയുക ഫിഫയുടെ അംഗീകാരമുള്ള എല്ലാ കളികളും അവർക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കിട്ടുന്ന ബ്രേക്കിൻ്റെ സമയത്താണ് അവർ ഈ പറയുന്ന തരത്തിലുള്ള സൗഹൃദ മത്സരങ്ങളും മറ്റ് രാജ്യങ്ങളിൽ വിസിറ്റുമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒക്ടോബറിൽ അവർക്ക് ബ്രേക്കുണ്ട്. ആ ബ്രേക്കിൻ്റെ സമയത്ത് ആണ് ഖത്തർ സന്ദർശിക്കും, അതുപോലെ അങ്കോള സന്ദർശിക്കും. അങ്കോളയുടെ നാഷണൽ ടീമുമായിട്ടാണ് അവർ കളിക്കുന്നത്. അങ്കോളൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കളി. അപ്പോൾ ഈ പറയുന്ന ഫിഫയുടെ ഔദ്യോഗിക അംഗീകാരമില്ലാത്ത ഇത്തരത്തിലുള്ള ഈ വിസിറ്റുകൾക്ക് വേണ്ടി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതാണ് ആദ്യം നോക്കേണ്ടത്. എങ്ങനെയാണ് അർജൻറ്റീന അപ്രോച്ച് ചെയ്യുക? അപ്പോൾ ഇവിടെ നിന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആൻഡോ അഗസ്റ്റിൻ അദ്ദേഹം സംസാരിച്ചു, എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസാരിച്ചു. ഇവരൊരു മെയിൽ ചെയ്യുകയാണ്, എങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് സ്പോർട്സ് മിനിസ്റ്റർ മെയിൽ ചെയ്യുകയാണോ ചെയ്യുന്നത്? അതല്ല, ഇത് സ്പോൺസർ ചെയ്യുന്ന ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനോട് ഞങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്, ഞങ്ങളുടെ സർക്കാർ ഇത് ഇനിഷ്യേറ്റീവ് എടുക്കാമെന്ന് പറഞ്ഞ് മെയിൽ ചെയ്താൽ അവരതിനോട് റെസ്പോണ്ട് ചെയ്യുമോ? ഞാൻ ചോദിക്കുകയാണ്, ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്കറിയില്ല അങ്ങനെ ഇവർക്ക് അങ്ങനെ നേരിട്ട് ആക്സസ് ഉണ്ടോയെന്ന്. ലോകത്തുള്ള ഇത്തരത്തിലുള്ള എല്ലാ ഈവൻറ്റും ബ്രോക്കറേജ് വഴിയാണ് നടക്കുന്നത്. അത് ഈവൻറ്റ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ കമ്പനികളുണ്ട്. പിച്ച് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് റെലവൻറ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികളാണത്. ഈ കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫുട്ബോൾ അസോസിയേഷനായിട്ട് ബ്രോക്കർ ചെയ്യുന്ന എന്താ കാര്യങ്ങളിലാണ് ഇവരുടെ ഫീ മുതൽ ഈ ഇവൻ്റ് നടക്കേണ്ട സ്ഥലങ്ങൾ, ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്, ജേഴ്സിയുടെ അവകാശം എന്ന് തുടങ്ങി അതിലുള്ള സകല സാധനങ്ങളും കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടാണ് ആ ബ്രോക്കറേജ് നടക്കുക. മെസ്സി വരിക എന്ന് പറഞ്ഞാൽ വെറുതെ മെസ്സി വരുമല്ല, മെസ്സി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് പറഞ്ഞല്ലോ ദാവൂദ് സാഹിബ്, ആ എഗ്രിമെൻറ്റിൽ തന്നെ മെസ്സി ഒപ്പിട്ട് കൊടുക്കേണ്ട ജേഴ്സികളുടെ എണ്ണം പോലും ഉണ്ട്. എത്ര ജേഴ്സികളിൽ മെസ്സി നേരിട്ട് ഒപ്പിടണം, മറ്റുള്ളവർ എത്ര ഒപ്പിടണം, എത്ര ജേഴ്സി വിൽക്കാം, ഇതെല്ലാം കമേഴ്ഷ്യലൈസേഷനാണ്. അപ്പോൾ ഇത്രയും പൈസ ഇറങ്ങുന്ന ഒരു ഇവൻറ്റിൽ വി അബ്ദുറഹ്മാൻ ഫോം വിളിച്ചിട്ട് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനിൽ ഞങ്ങൾക്ക് ഒരു കളി കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് ദീർഘകാലത്തെ ബ്രോക്കറിങ്ങിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ്. ആ ബ്രോക്കറിങ് നടക്കുന്ന ആരുമായിട്ടാണ്? ഓരോ രാജ്യത്തിൻ്റെയും നാഷണൽ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടാണ് ഈ ബ്രോക്കറിങ്. അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനും അങ്കോള ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള വരാൻ പോകുന്ന ഇവൻറ്റ്, ഒരു സൗഹൃദ മത്സരം, അതും ഇതുപോലൊരു കമ്പനിയുടെ ബ്രോക്കറേജിലൂടെയാണ് ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കളി നടക്കാൻ പോകുന്നു. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് ഇതെല്ലാം. ഇനി
കേരളം എന്ന് പറഞ്ഞപ്പോൾ സർക്കാരാണല്ലോ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ആദ്യം പ്രഖ്യാപിക്കുന്നത് വി അബ്ദുറഹ്മാനാണ്. അപ്പോൾ അതിന് സ്പോൺസർമാരെ കണ്ടെത്തണം. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണക്കടക്കാരുടെ ഗോൾഡൻ സിൽവർ അസോസിയേഷൻ അവർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അത്രയും പൈസ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ പിന്മാറി. അപ്പോഴാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇതിൻ്റെ രംഗത്തേക്ക് വരുന്നത്. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സ്വയമേവ ഇങ്ങനൊരു ഈവൻറ്റ് നടത്തി പരിചയമുണ്ടോ? അവർ ആ കമ്പനി രൂപീകരിച്ചിട്ട് 2-3 വർഷമാവുന്നേ ഉള്ളൂ. ആ കമ്പനി രൂപീകരിച്ചിട്ട് ഇപ്പോഴും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓണർ അവർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമാണ്. അവരെ പൂർണ്ണമായിട്ട് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടിയിട്ടില്ല. ഒരു കമ്പനി എന്ന നിലയിൽ അവർക്ക് അങ്ങനെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്ത് ഒരു തരത്തിലുള്ള ഹോസ്റ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള പരിചയമില്ല. ഇനി ഒരു ബ്രോക്കറേജ് നടത്താൻ പോലും അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി പരിചയമുണ്ടോ? ഇങ്ങനെ ഒരു ഇവൻറ്റ് നടത്തിയ പരിചയമില്ല, അങ്ങനെ ബ്രോക്കറേജ് നടത്തിയ പരിചയമില്ല. ഇനി അതല്ല, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മറ്റേതെങ്കിലും ഈ അന്താരാഷ്ട്ര ബ്രോക്കറേജ് സ്ഥാപനമായിട്ട് സമീപിച്ചിട്ടുണ്ടോ? അവർ വഴിയാണോ കേട്ടോ. ഇന്ന് അതിൻ്റെ MD സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ അവർക്ക് മെയിൽ ചെയ്തിട്ടുള്ളൂ. ആർക്ക് മെയിൽ ചെയ്താരെയാണ് പറയുന്നത്? ഈ അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനോ? ഏത് ഭാഷയിൽ? ലാറ്റിൻ ഭാഷയിലോ? ഈ എഗ്രിമെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്, ഈ എഗ്രിമെൻറ്റ് ഇംഗ്ലീഷിലും സ്പാനിഷിലും വേണമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലും സ്പാനിഷിലും, കാരണം സ്പാനിഷ് അവർക്ക് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ അധികം ഗ്രേ ഏരിയാസ് ഉണ്ട്. മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നതിലും ഇതിൻ്റെ സ്പോൺസർമാർ പറയുന്നതിലും കുറേ അധികം ഗ്രേ ഏരിയാസ് ഉണ്ട്. ഞാൻ മാഡ്രിഡിൽ പോയി അധികൃതരുമായി സംസാരിച്ചു. ആരോട്? ബാഴ്സയുടെ അധികൃതരുമായിട്ടോ ബാഴ്സലോണയായിട്ടാണ് സംസാരിച്ചത്. മാഡ്രിഡിൽ പോയി എന്ന് പറഞ്ഞാൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെയോ അല്ലെങ്കിൽ അത് ബാഴ്സലോണയിലാണ് അവർ ആസ്ഥാനം, അല്ലെങ്കിൽ റയൽ മാഡ്രിഡിനോട് സംസാരിച്ചു എന്നാണോ? ആരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്? അപ്പോൾ ഇതിലെ ടോക്ക് യഥാർത്ഥത്തിൽ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെയാണ്, അത് ബ്രോക്കറേജ് ഏജൻസികൾ വഴിയാണ്. ഇനി ഇതിൻ്റെ സ്പോൺസറായിട്ടുള്ള ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MD പറയുന്നത്, ഇതിന് ഒരുപാട് പണം അയക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് കടമ്പകൾ കിടക്കണം. അത് ശരിയാണ്. RBIയുടെ സാങ്ഷൻ അതിന് വേണം. ഫെമ വയലേഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർ പരിശോധിച്ചിട്ട് അതിന് അനുമതി കൊടുക്കും. അതുപോലെ ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഡേറ്റ് കിട്ടിയാലല്ലേ പണം അടയ്ക്കാൻ പറ്റൂ എന്നാണ്. അതായത് ഡേറ്റ് സംബന്ധിച്ച് അർജൻറ്റീന ഇതുവരെ ഉറപ്പ് തന്നിട്ടില്ല, അതുകൊണ്ട് എന്നാലേ നമുക്ക് പണം അയക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പൈസ കൊടുത്താൽ അത് തിരിച്ചു കിട്ടുന്നതിനെ പറ്റിയും ക്ലോസ് ഇതിലുണ്ട്. ആർബിട്രേഷനെ പറ്റിയും എഗ്രിമെൻറ്റിൽ ക്ലോസ് പറയുന്നുണ്ട്. ആർബിട്രേഷൻ ഒരു യൂറോപ്യൻ രാജ്യത്ത് വേണം, ആർബിട്രേഷൻ ഇംഗ്ലീഷിലായിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഈ എഗ്രിമെൻറ്റിലുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഫ്ലൈറ്റ് കിട്ടിയില്ല, അവർക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു താരത്തിന് അസുഖം വന്നു, കളി നടന്നില്ല, അപ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന സ്പോൺസറുടെ കമ്പനി, ഞാൻ പറഞ്ഞല്ലോ 2-3 വർഷമായിട്ടുള്ള കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിക്കെതിരെ എന്താണ് കേന്ദ്ര സർക്കാരിന് പരാതി പോയ വാർത്ത നമ്മൾ ഓർക്കുന്നുണ്ടോ? അത്തരം പരാതികളെക്കുറിച്ചൊരു BJP നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഓർക്കുന്നുണ്ടല്ലോ. RBIയുടെ സാങ്ഷൻ കിട്ടണം ഇവർക്ക് ഇത്രയും $15 million കൊടുക്കേണ്ടത്. ടോട്ടൽ തുക പല ഘട്ടങ്ങളിലായി $15 million. ഇത്രയും തുക ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനി അതവിടെ റിസീവ് ചെയ്യാൻ വേറൊരു ഏജൻസി ഉണ്ട്. അതായത് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷന് വേണ്ടി പണം റിസീവ് ചെയ്യാൻ വേറെ ഏജൻസിയാണ്, അവർ നേരിട്ട് വാങ്ങുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എത്രമാത്രം ഹഡിൽസ് ഉള്ള, അല്ലെങ്കിൽ എത്രമാത്രം കടമ്പകളിലൂടെ കടന്നു പോകുന്നൊരു പ്രൊസീജിയറാണെന്നുള്ളത്. അപ്പോൾ ഈ പണം അയക്കാൻ RBIയുടെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ പണം അയക്കാൻ സാങ്ഷന് വേണ്ടി RBI സമീപിക്കുമ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് RBI വീണ്ടും പരിശോധിക്കും. ഈ കമ്പനിയുടെ ക്യാപിറ്റൽ എവിടെ നിന്നാണ്? ഈ 3 വർഷം കൊണ്ട് അവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അവരുടെ ഇപ്പോഴത്തെ ആസ്തി എത്രയാണ്, അതിൻ്റെ സ്രോതസ് എവിടെയാണ്, ഇതൊക്കെ RBI പരിശോധിക്കും. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊടുക്കേണ്ട റിപ്പോർട്ടും കൊടുക്കണം, ഈ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരവും കൊടുക്കണം, എന്നാലേ RBI പണം അയക്കാൻ സമ്മതിക്കൂ. അപ്പോൾ സ്പോൺസർ എന്താണ് പറയുന്നത്? RBIയുടെ ഡേറ്റ് കിട്ടാതെ പണം അയക്കാൻ കഴിയില്ല. മന്ത്രി എന്താ പറയുന്നത്? പണം അയക്കാതെ അവർ ഡേറ്റ് തരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി പറയുന്നത് ഇത് വളരെ ഈസിയാണ്. രണ്ടുപേരുടെയും പ്രസ്താവന വായിച്ചു നോക്കി മനസ്സിലാവും ഇത് നടക്കാൻ പോകും. ജോഷി ചതിച്ചാശാനി എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇത് നടക്കാൻ പോകുന്നില്ല. ഞാൻ നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഇത്തരം സ്പോർട്സ് ഇവൻറ്റുകളൊക്കെ 4-5 വർഷം മുമ്പ് വരെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും ബ്രോഡ്കാസ്റ്റിംഗ് ലെവലിൽ. ഇപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഒരു ഫുട്ബോൾ മത്സരം തന്നെ അവിടെ കാണികൾ വന്ന് സ്റ്റേഡിയത്തിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ടെലിവിഷനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് വലിയൊരു ബിസിനസ്സാണ്. അതുപോലും അത്തരം ഇവൻറ്റ്സ് പോലും 5 വർഷം മുമ്പേ പ്ലാൻ ചെയ്യുന്നു ഈ സ്പോർട്സ് ടെലിവിഷൻ ചാനലുകൾ. 5 വർഷം മുമ്പ്. ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് നടക്കുകയാണ്. വേൾഡ് കപ്പിൻ്റെ ചില ഏരിയകളിലെ സംപ്രേഷണാവകാശമുള്ള ടെലിവിഷൻ ചാനൽ 5 വർഷം മുമ്പ് അതിൻ്റെ പ്ലാനിങ് തുടങ്ങും. അവരെ ക്രൂ പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അവർക്ക് താമസിക്കാനുള്ള ഹോട്ടൽ എടുക്കുക, ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അതെടുക്കുക, ഇതെല്ലാം 4-5 വർഷം മുമ്പ് ചെയ്യുന്ന അതാണ് ഈ ഒക്ടോബറിൽ നടക്കുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഈ പരിപാടിക്ക് വേണ്ടി ഇപ്പോൾ വന്നിരുന്നിട്ട് മെസ്സി വരും എന്ന് പ്രസ്താവന നൽകുന്നൊരു മന്ത്രി ആളുകൾ കളിപ്പിക്കുകയാണത്. അത് തുറന്നു പറയാം അവർക്ക്. നമ്മൾ ശ്രമിച്ചു അതിലെന്താണ് കുഴപ്പം? ഇപ്പോൾ സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ്. മെസ്സിയോടും അർജന്റീനയോടുള്ള സ്നേഹം കൊണ്ടും
കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുള്ള ഐക്യദാർഢ്യം കൊണ്ടും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്താണ്. നമ്മൾ ശ്രമിച്ചു, നടന്നില്ല എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പറയുന്നതിന് എന്താ കുഴപ്പം? ഞങ്ങൾ ആരോടാണ് സംസാരിച്ചത്, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇത് സർക്കാർ പറയുന്നതിന് പകരം സർക്കാർ അത് സ്പോൺസറുടെ തലയിലിടുകയാണ്. സ്പോൺസർ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഡേറ്റ് കിട്ടിയാലല്ലേ പണം കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഡേറ്റ് കിട്ടിയിട്ടില്ല. ഓഫീസ് പോയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ഇത് സാധാരണ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. രണ്ടുപേരുടെയും പ്രതികരണം കാണുമ്പോഴും ബോഡി ലാംഗ്വേജ് കാണുമ്പോഴും. ഇന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടോ? വരും. അങ്ങനെയാണോ മെസ്സി വരും എന്നൊരു മന്ത്രി പറയാം? വരും. അപ്പോൾ ഇത് നാട്ടുകാരെ പറ്റിക്കലാണ്. കുറഞ്ഞ പക്ഷം മെസ്സി ആരാധകരെ പറ്റിക്കലാണെന്നേ പറയാനുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുകയാണ്. കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ല.